ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 28 4 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണവും പ്രവൃത്തിയുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ. അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ. അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ. ദാവീദ് രാജാവ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അവരിന്ന് ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഇതൊക്കെ പറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത്. യഹോവയ്ക്ക് വേണ്ടി ഇറങ്ങി യഹോവയുടെ അഭിഷേകതൈലം തൻ്റെ ശിരസിന്മേലുണ്ട്. ആമേ സ്തോത്രം. ദൈവത്തിൻ്റെ അതിമഹത്തായ കൃപയും കൃപാവരങ്ങളും അഭിഷേകവും ഉള്ള ദാവീദിൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളുടെ ഒരു പട്ടിക തന്നെയായിരുന്നു. എല്ലാം എങ്ങനെ സഹിച്ചു മുമ്പോട്ട് പോയെന്ന് ചോദിച്ചാൽ കർത്താവ് താങ്ങിയത് കൊണ്ടാണ്. ആമേൻ, ദൈവത്തിന് സ്തോത്രം. അത്രയ്ക്കേറെ പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മുതൽ അപ്പോസ്തലന്മാരെ വരെ നോക്കിയാൽ എല്ലാവരുടെയും ജീവിതാനുഭവങ്ങൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്നിരുന്നാലും ദൈവത്തുള്ള ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ശത്രുക്കൾ നിമിത്തം ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നടുവിൽ തളർന്നു പോകാത്ത മനസ്സോടുകൂടി യഹോവയ്ക്ക് വേണ്ടി തീഷ്ണതയേറി ശുശ്രൂഷ ചെയ്തവർ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ കേൾക്കണേ, അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണവും പ്രവർത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണം അവർക്ക് കൊടുക്കണമേ എന്ന് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുകയില്ല. കാരണം ദാവീദിന് മുൻപോട്ട് പോകണമെങ്കിൽ ഈ ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടണം. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ദാവീദ് രാജാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ടതായ ഒരു ശത്രുവായിട്ട് നിന്നതും തൻ്റെ യജമാനൻ തന്നെയായിരുന്നു. ദൈവമേ സ്തോത്രം. എന്നാൽ യജമാനോടുള്ള ഭക്തിയും ആ അഭിഷക്തനോടുള്ള ആ ബഹുമാനത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുൻപോട്ട് പോകാൻ ഇടവരുന്നു. എല്ലാവരും ശത്രുക്കൾ പലയിടത്തും ഒളിഞ്ഞു നിൽക്കുമ്പോഴും ശത്രുക്കൾ നിമിത്തം സ്വന്തമായിട്ടുള്ള ഭവനത്തിൽ കഴിയാൻ പറ്റാതെ കാടുകളിലും ഗുഹകളിലും ഒക്കെ പാർക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടും അവിടെ നിന്നുകൊണ്ട് യഹോവയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ നിന്ന് പ്രവർത്തിച്ച ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥന നമ്മൾ കേൾക്കുന്നത് വളരെ അത്ഭുതമാണ്. ആമേൻ. അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ, അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ എന്നാണ് യഹോവയുടെ സന്നിധിയിൽ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ദൈവമക്കളെ, യഹോവ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയ്ക്ക് തടസ്സമുണ്ടാകാതെ യഹോവയ്ക്ക് പ്രസാദകരമാകുന്ന ശുശ്രൂഷ ചെയ്യേണ്ടതിന് ദൈവം അവിടുന്ന് ദാവീദിനോട് കൂടെയിരുന്നു. വാഗ്ദത്തം ദാവീദിൻ്റെ മേലുണ്ടെങ്കിൽ ആമേൻ, വാഗ്ദത്തം ചെയ്ത ദൈവം കൂടെ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. അറിവില്ലായ്മയിൽ ഒരു കുറവ് വന്ന് ഭവിച്ചുവെങ്കിലും തെറ്റ് ഏറ്റവും വലുതായിരുന്നെങ്കിലും ആരെയും പഴിചാരാതെ തൻ്റെ തെറ്റ് തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ശിക്ഷ ചോദിച്ചു വാങ്ങി രക്ഷ പ്രാപിച്ചുകൊണ്ട് യഹോവയ്ക്ക് വേണ്ടി തീഷ്ണതയേറിയ പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവമക്കളെ ശത്രുക്കൾ നിമിത്തം ഏറെ ഞെരുക്കം അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അവർക്കൊക്കെ വേണ്ടി മുൻപോട്ട് പ്രാർത്ഥിച്ചിട്ട് തടസ്സമായി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് കർത്താവിന് വേണ്ടി ധീരതയോടെ പ്രവർത്തിച്ച അനുഗ്രഹിക്കപ്പെട്ട ദാവീദ് രാജാവ് എഴുതിയ ഈ സങ്കീർത്തന ഭാഗത്തിലൂടെ കേൾക്കുന്ന നമുക്കെല്ലാവർക്കും ആത്മാവിലേറെ ബലം നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി മുമ്പോട്ട് പോകാൻ ഇടയാക്കട്ടെ. ആത്മതലത്തിൽ ദൈവമക്കളെ കർത്താവിൻ്റെ പേര് കേട്ടിറങ്ങുന്നത് വരെ രോഗിയായിട്ട് കിടന്നാലും ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ കിടന്നാലും ദൈവമക്കളെ ഒന്നിനും കൊള്ളില്ലാതെ കിടന്നാലും ആരും സഹായിക്കാനില്ലാതെ കിടന്നാലും അനാഥരായി കിടന്നാലും ഒക്കെ എല്ലാവരും ഒന്നും അങ്ങോട്ടേക്ക് വരാതെ മാറി നിൽക്കുമ്പോൾ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഞാനിതൊന്ന് പറയട്ടെ. ദൈവമക്കളെ, കൈപിടിച്ച് നടത്തുവാനോ കരം പിടിച്ച് ഉയർത്തുവാനോ എല്ലാവരും ഒന്നും കാണുകയില്ല. യഹോവയ്ക്ക് വേണ്ടി തീഷ്ണതയോടുകൂടി വേല ചെയ്ത ആർക്കും ലോകത്തിൻ്റെ കൈത്താങ്ങലുണ്ടായിരുന്നില്ല. ആരെങ്കിലും താങ്ങാൻ ഉണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവരാ. യേശുവേ സ്തോത്രം. എന്നാൽ യഹോവയ്ക്ക് വേണ്ടി വിളി കേട്ടിറങ്ങുന്നവരുടെ ജീവിതത്തിൽ അത് മാത്രമേ അവർക്ക് ലക്ഷ്യമായിട്ടുണ്ടാവുള്ളൂ. മറ്റൊന്നും ഉണ്ടാവില്ല. വിളിച്ചവൻ വിശ്വസ്തനാ, വഴിക്കിട്ടിട്ട് പോകത്തില്ലെന്ന് വിളി കേട്ടവർക്ക് 100% ഉറപ്പാ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ആ ശബ്ദം കേട്ടവർക്ക് നല്ല ഉറപ്പാ, കർത്താവ് ഒരിക്കലും കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ലെന്ന്. ഇതൊന്നും അറിയാതെ കണ്ട് പലരും അവിടെ നിന്ന് ഒരു പടി മുമ്പോട്ട് കയറുമ്പോൾ 10 പടി വലിച്ചിറക്കുന്ന കരങ്ങളെ ഈ ലോകത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ഒന്നോർത്താൽ മതി, അവങ്കലേക്ക് നോക്കിയാരും ഒരു നാളിൽ ലജ്ജിച്ചു പോയിട്ടില്ല. അവങ്കലേക്കൊന്ന് നോക്കുക. ആ നോട്ടം നമുക്ക് തെറ്റിപ്പോകാനിടയാകാതിരിക്കട്ടെ. വിളിച്ച ദൈവം വിശ്വസ്തന. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുണ്ടായ പല സാഹചര്യങ്ങളും പല ദൈവമക്കൾക്കും ഓർത്ത് പറയുവാൻ ഏറെയുണ്ട് കർത്താവേ. എന്നാൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പിന്നിൽ നിന്ന് കർത്താവെ ആയിരങ്ങൾ പതിനായിരങ്ങൾ വലിച്ച് പിന്മാറ്റി കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഏറെയുണ്ട് കർത്താവെ. ഒന്ന് നന്നായിട്ട് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെ കർത്താവെ, പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ഒന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റാതെ ദൈവാലയത്തിനൊന്ന് കടന്നു ചെന്ന് സഭകളുടെ നടുവിൽ എൻ്റെ കർത്താവെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പറ്റാതെ എത്രയോ ദൈവജനം ഇന്ന് കർത്താവെ തളർന്ന മനസ്സോടിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആത്മാവിൽ ഉണർത്തുന്ന ദൈവം കൂടെയുള്ളത് ഓർത്ത് സ്തോത്രം. കർത്താവിന് നിന്റെ മക്കളെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ട് കർത്താവെ കൈവിടാതെ അതേ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അനേകം ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ തന്നെയാണെങ്കിലും കർത്താവെ പലപ്പോഴും വീണ് കിട്ടുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ടതായ വചനവും ഉപദേശവും പ്രാർത്ഥനയും കർത്താവെ എല്ലാവർക്കും ബലമേകുമല്ലോ. എൻ്റെ കർത്താവെ, വിശ്വാസത്തോടെ ഇന്ന് ഈ ശുശ്രൂഷ കൂടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ കൈയടിച്ചെന്ന് വാഴ്ത്തി സ്തുതിക്കുവാൻ, പാടി വാഴ്ത്തുവാൻ, സാക്ഷ്യം പറയുവാൻ തടസ്സങ്ങളെല്ലാം ദൈവം എടുത്ത് മാറ്റിക്കൊണ്ട് ഉള്ളിൽ ബലം നൽകി നിന്റെ മക്കളെ ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും അത് ക്രിസ്തുവിന് വേണ്ടി മാത്രമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കൈത്താങ്ങാൻ ആരുമില്ലാതെ, കരം പിടിച്ചുയർത്തുവാൻ ആരുമില്ലാതെ കർത്താവെ, ആത്മാവില് ഒന്ന് സന്തോഷിപ്പിക്കാൻ ആരുമില്ലാതെ കർത്താവെ, ഉള്ളിൻ്റെ ഉള്ളിൽ നൊമ്പരങ്ങളുമേറി ഇന്ന് കരഞ്ഞ് ഇരുന്ന് ഈ ശുശ്രൂഷ കൂടുന്ന എല്ലാവർക്കും വേണ്ടി അടിയും പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിന്റെ മക്കൾക്ക് സമാധാനം കൊടുക്കണമേ. ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം സഹായിക്കണമേ. സ്തുതികളിൽ മേലെ വസിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായ നല്ല ദൈവമേ, അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരും ദൈവം സഹായിക്കണേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം.